ഇപ്പോൾ ശ്രീ കെ സി ജോസഫ് ചേരുകയാണ് മീഡിയ വന്നപ്പോൾ. ശ്രീ കെ സി ജോസഫ്, എങ്ങനെയാണ് താങ്കൾ ഈ നിമിഷം വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഓർക്കുന്നത്? അദ്ദേഹത്തെ എങ്ങനെയാണ് സ്മരിക്കുന്നത്? ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞിന്റെ വേർപാടിൽ അഗാധമായ ദുഃഖവും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇബ്രാഹിം കുഞ്ഞ് വളരെ സൗമ്യനായ, വളരെ ശാന്തമായി ഏത് വിഷയം നേരിടുന്ന ഒരു നേതാവായിരുന്നു. കാര്യപ്രാപ്തിയുള്ള ഒരു മന്ത്രി. പിഡബ്ല്യുഡി വകുപ്പിന്റെ ഭരണത്തിൽ അദ്ദേഹം കാണിച്ച പ്രത്യേകമായ താല്പര്യം, അദ്ദേഹത്തിന്റെ കർമ്മകുശലത ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. മന്ത്രിസഭയിലാണെങ്കിലും അതുപോലെ പൊതുവേദികളിലാണെങ്കിലും അദ്ദേഹം സൗമ്യനായ നേതാവായിരുന്നു. ആരോടും ക്ഷോഭിക്കാത്ത, എപ്പോഴും ചിരിച്ചുകൊണ്ട് കാണുന്ന, ആര് ക്ഷോഭിച്ചാലും ആരോടും പകയില്ലാതെ പോയ പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം ദീർഘകാലമായി രോഗബാധിതനായിരുന്നു. അദ്ദേഹത്തെ വളരെയേറെ വേട്ടയാടപ്പെട്ട നേതാവാണ് അദ്ദേഹം. ഇല്ലാത്ത ആരോപണങ്ങളുടെ പുകമറകൾ ഉണ്ടാക്കി അതിന്റെ യാഥാർത്ഥ്യം അന്വേഷിക്കാതെ ഒരു വലിയ ആരോപണമായി കെട്ടിപ്പൊക്കി വേട്ടയാടപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ മറ്റൊരു നേതാവാണ് പ്രിയപ്പെട്ട ഇബ്രാഹിം കുഞ്ഞ്. പക്ഷെ പിന്നീട് ആരോപണങ്ങളെല്ലാം കേവലം പുകമറിയായി മാറി, കഴമ്പില്ലാത്ത ആരോപണമായി മാറി. അദ്ദേഹം വളരെയേറെ മാനസിക പ്രയാസം അനുഭവിച്ചു കാണും. എനിക്കറിയാം, ഒരു കാര്യം ഇബ്രാഹിം കുഞ്ഞിനോട് പറഞ്ഞാൽ അത് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, അത് നടപ്പിലാക്കാൻ എന്ത് ചെയ്യണമെന്ന വ്യക്തമായ ബോധ്യം ഇബ്രാഹിം കുഞ്ഞിനുണ്ടായിരുന്നു. നടപ്പിലാക്കാൻ ചെയ്യാൻ കഴിയുന്ന എന്ത് കാര്യം ചെയ്യുവാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. മന്ത്രിസഭയിലെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത്, സൗമ്യനായ സഹപ്രവർത്തകൻ. മുസ്ലിം ലീഗിലാണെങ്കിലും ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ വലം കൈയായിരുന്നു എല്ലാ കാര്യത്തിലും. ഏത് വിഷയമുണ്ടെങ്കിലും, മന്ത്രിസഭയിലെ തർക്കങ്ങളാണെങ്കിലും UDF തർക്കങ്ങളാണെങ്കിലും ഇബ്രാഹിം കുഞ്ഞെന്നും ഒരു സമന്വയത്തിന്റെ പാത പിന്തുടർന്ന നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് തീർച്ചയായും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിടവുണ്ടാക്കിയിരിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞ് അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ആരോപണങ്ങളുടെ കുരമ്പുകൾ ഏൽക്കേണ്ടി വന്നു എന്നത് ഞങ്ങളെല്ലാം വേദനിപ്പിച്ച കാര്യമായിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ വേർപാടിൽ അനുശോചിക്കുന്നു. ഇബ്രാഹിം കുഞ്ഞിന്റെ കുടുംബാംഗങ്ങളോടും മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയോടുമുള്ള, മുസ്ലിം ലീഗ് പ്രവർത്തകരോടുമുള്ള അവരുടെ വേദനയിലും ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുന്നു. ശ്രീ കെ സി ജോസഫ്, ഈ രാഷ്ട്രീയ രംഗത്തുള്ള ഒരു പരിചയം, അടുപ്പം എന്നതിലപ്പുറം വ്യക്തിപരമായ ആഴത്തിലുള്ള ഒരു അടുപ്പം എത്രത്തോളം ഉണ്ടായിരുന്നു അദ്ദേഹവുമായി? അദ്ദേഹത്തെ നിയമസഭാംഗമായ ശേഷമാണ് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നത്. അദ്ദേഹം എപ്പോഴും ശാന്തപ്രകൃതനായിരുന്നു. ആരോടും ശോഭിച്ച് ഞാൻ കണ്ടിട്ടില്ല. നിയമസഭയിലെ സംസാരങ്ങളുടെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉണ്ടായാലും, എന്തെല്ലാം വലിയ വിമർശനങ്ങൾ ഉണ്ടായാലും അദ്ദേഹം സൗമ്യമായി, ശാന്തനായി അതെല്ലാം നിക്ഷോഭം നേരിട്ടിരുന്നു. യാതൊരു വിധത്തിലുള്ള ക്ഷോഭവുമില്ലാതെ നേരിട്ടിരുന്നു. അദ്ദേഹത്തിനോടൊരു ചുമതല, ഒരു പിഡബ്ല്യുഡി വകുപ്പിന്റെ ഭരണത്തിൽ അദ്ദേഹം കാണിച്ച കാര്യക്ഷമത എനിക്ക് മറക്കാൻ സാധിക്കില്ല. വലിയ മാറ്റമുണ്ടായ കാലഘട്ടമായിരുന്നത്. അന്ന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. അന്ന് ഇന്നത്തെ പോലെയുള്ള സാമ്പത്തികമായ ലഭ്യത ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും മറ്റൊരു കാര്യം, UDF സർക്കാരിന്റെ കാലത്ത് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ MLA-മാരോടും വികസന ആവശ്യങ്ങൾ കാണിച്ച പരിഗണന പക്ഷെ ഇന്നുള്ളവർക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ന് എല്ലാം രാഷ്ട്രീയ വിവേചനമാണ്. ഭരണകക്ഷിക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുന്നു, പ്രതിപക്ഷം അവഗണിക്കുന്നു. പക്ഷെ ഇബ്രാഹിം കുഞ്ഞ് അങ്ങനെ ആയിരുന്നില്ല. ഭരണകക്ഷി MLA ആണെങ്കിലും പ്രതിപക്ഷ MLA ആണെങ്കിലും അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ അദ്ദേഹം വളരെ ന്യായമായി പ്രതികരിച്ചിരുന്നു എന്നുള്ളത് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അത് അന്നത്തെ MLA-മാർക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. ഇബ്രാഹിം കുഞ്ഞ് എപ്പോഴും എനിക്ക് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സൗമ്യമായ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖവും ഒരിക്കലും മനസ്സിൽ മായുകയില്ല. തീർച്ചയായും നന്ദി ശ്രീ കെ സി ജോസഫ്. ഈ നിമിഷം അദ്ദേഹത്തെ അനുസ്മരിച്ചതിന് കോൺഗ്രസ് നേതാവ് കെ സി ജോസഫാണ് മീഡിയ വണിനൊപ്പം ചേർന്നത്.